വെനിസ്വേലയിൽ യുഎസ് സൈനിക ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവുമായി ഇന്ത്യ. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയ്ക്കും ഭാര്യയെയും യുഎസ് സൈന്യം പിടികൂടി എന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തുടർന്നാണ് വെനിസ്വേലയിലുള്ള തങ്ങളുടെ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും അവരുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാനും ഇന്ത്യ ജനുവരി 4-ന് ഉപദേശം നൽകിയത്. വെനിസ്വേലയിൽ ഉള്ള എല്ലാ ഇന്ത്യക്കാരും കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. എംബസിയുടെ ഇമെയിൽ വിലാസവും അടിയന്തര ഫോൺ നമ്പറും ഉൾപ്പെടെ പങ്കുവച്ചു. കാരക്കാസിൽ യുഎസ് സൈന്യം വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും പുലർച്ചെ നടന്ന ഒരു ഓപ്പറേഷനിൽ മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടിയെന്നും ട്രംപ് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഉപദേശം. വെനിസ്വേലയിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ദമ്പതികളെ യുഎസ് കസ്റ്റഡിയിൽ എടുത്ത് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി മയക്കുമരുന്ന്, ഭീകരവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ മഡുറോയ്ക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ വെനിസ്വേലൻ അധികൃതർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ജനുവരി 3-ന് പുലർച്ചെ കാരക്കാസിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ തലസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ, തീപിടുത്തങ്ങൾ, വൈദ്യുതി തടസ്സങ്ങൾ, കട്ടിയുള്ള പുകപടലങ്ങൾ എന്നിവയെക്കുറിച്ച് താമസക്കാർ വിവരിക്കുകയുമുണ്ടായി. ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ രാജ്യമെമ്പാടും സൈനികരെ വിന്യസിക്കും എന്ന് വെനിസ്വേലിയൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാഡ്രിനോ ലോപ്പത്ത് ഇതേ തുടർന്ന് പ്രഖ്യാപിച്ചിരുന്നു. യുഎസ് നടപടിയെ വെനിസ്വേല ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും മോശം ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. ഐക്യവും ശാന്തതയും പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അശാന്തിക്കും ക്രമക്കേടിനുമെതിരെ മുന്നറിയിപ്പും നൽകി. എല്ലാ സായുധ സേനകളെയും അണിനിരത്തുമെന്നും പറഞ്ഞു. വാഷിംഗ്ടൺ സിവിലിയൻ സൈനിക സൗകര്യങ്ങൾ ആക്രമിച്ചതായി വെനിസ്വേല സർക്കാർ ആരോപിച്ചിരുന്നു. ബാഹ്യ അസ്വസ്ഥതയുടെ അവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് അടിയന്തരാവസ്ഥയുടെ ഒരു രൂപമാണ്. ഇതിലൂടെ സായുധ സേനയുടെ പങ്ക് വിപുലീകരിക്കുകയും ചില അവകാശവാദങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. പിന്തുണക്കാരെ അണിനിരത്തി തെരുവിൽ ഇറങ്ങാനും അധികാരികൾ ആഹ്വാനം ചെയ്തു. മഡുറോയ്ക്കെതിരെ അമേരിക്ക ഇത്തരം സമ്മർദ്ദം ശക്തമാക്കുന്നതിനാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉപദേശമെന്നത് മഡുറോയെ നാർക്കോ സ്റ്റേറ്റ് നടത്തുന്നതായും മയക്കുമരുന്ന് കടത്തുന്നതിന് സൗകര്യം ഒരുക്കുന്നവനുമായിരുന്നു. മയക്കുമരുന്ന് കാർട്ടലുകളുമായി അമേരിക്കൻ സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. വെനിസ്വേലൻ മണ്ണിൽ സൈനിക നടപടി എടുക്കുമെന്നും ആവർത്തിച്ച് മുന്നറിയിപ്പുകളും നൽകി. കാരക്കാസിനടുത്തുള്ള കനത്ത സുരക്ഷയുള്ള സൈനിക താവളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും അവരുടെ വീട്ടിൽ യുഎസ് സൈന്യം നടത്തിയ റെയ്ഡിനിടെ കിടപ്പുമുറിയിൽ നിന്ന് വലിച്ചിഴച്ചതായാണ് CNN മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഫോർട്ടിയുന സൈനിക കേന്ദ്രത്തിനുള്ളിലെ ഒരു വസതിയിൽ അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദമ്പതികളെ പിടികൂടിയതെന്നായിരുന്നു CNN റിപ്പോർട്ട് സ്രോതസ്സുകൾ. ട്രംപ് പരസ്യമാക്കിയ ഒരു കുറ്റപത്രത്തിൽ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനം അധികാരം ഉപയോഗിക്കുന്ന അഴിമതി നിറഞ്ഞ നിയമവിരുദ്ധമായ ഒരു സർക്കാരിനെ മഡുറോ നയിച്ചതായാണ് യുഎസ് അധികാരികൾ ആരോപിച്ചത്. 2020 ആകുമ്പോഴേക്കും വെനിസ്വേലയുടെ 250 ടൺ വരെ കൊക്കൈൻ കടത്തിയതായും അധികൃതർ കണക്കാക്കിയിരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട്. രഹസ്യ വ്യോമതാവളങ്ങൾ ഉപയോഗിച്ച് ബോട്ടുകൾ, കണ്ടെയ്നറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവ വഴിയാണ് ഇവ എത്തിച്ചതെന്നും പറഞ്ഞു. ഓപ്പറേഷനിൽ ചില യുഎസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റെങ്കിലും അമേരിക്കൻ സൈനികർ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ട്രംപ് വെളിപ്പെടുത്തി. റെയ്ഡിനെ കുറിച്ച് വിവരിക്കുമ്പോൾ യുഎസ് സൈന്യം ഉരുക്കു തടസ്സങ്ങൾ തകർത്തു എന്നും ശസ്ത്രക്രിയ ഓപ്പറേഷൻ നടത്തി എന്നുമായിരുന്നു പറഞ്ഞത്. കാരക്കാസിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ അസ്ഥിരവും ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാവും ചെയ്തതിനാലാണ് ഇന്ത്യൻ അധികാരികൾ പൗരന്മാരോട് വീടിനുള്ളിൽ തന്നെ തുടരാനും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും സഹായത്തിനായി ഇന്ത്യൻ മിഷനുമായി സമ്പർക്കം പുലർത്താനും വേണ്ടി അഭ്യർത്ഥിച്ചിരിക്കുന്നത്.